उद्धरेदात्मनात्मानं नात्मानमवसादयेत् आत्मैव ह्यात्मनो बन्धुर् आत्मैव रिपुरात्मनः. ഉദരേതാത്മനാത്മാനം നാത്മാനാമവാസതയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ റിപുരാത്മന. അധ്യായ 6 ശ്ലോകം 5. സുഹൃത്തുക്കളെ, ഞങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്, ഒപ്പം നിങ്ങളുടെ ഏറ്റവും കടുത്ത ശത്രുവും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങളെ നല്ലതോ ചീത്തയോ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിനാൽ അവൻ തികച്ചും തെറ്റാണ്. അവർക്ക് ലൗകിക കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാനോ ഉപദ്രവിക്കാനോ കഴിയും, എന്നാൽ ആ കാര്യങ്ങൾക്ക് അർത്ഥമില്ല. ഈ ലോകത്തിന് മുകളിൽ സ്വയം ഉയർത്തി നിങ്ങൾക്ക് സ്വയം അറിവ് നേടാൻ ശ്രമിക്കാം. കർമ്മബന്ധനത്തിൽ നിന്ന് സ്വയം മോചിതനാകാൻ ശ്രമിക്കണം. കാരണം നിങ്ങളും മരിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ പ്രയത്നത്താൽ നിങ്ങൾ ദൈവത്തെയും നേടും. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മന ജിത അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. അധ്യായ 6 ശ്ലോകം 6. ഈ വാക്യത്തിൽ കൃഷ്ണൻ പറയുന്നത് നമ്മിൽ ആരാണ് തന്റെ സ്വന്തം സുഹൃത്ത്, പിന്നെ ആരാണ് സ്വന്തം ശത്രു? മനസ്സും ഇന്ദ്രിയങ്ങളും കൊണ്ട് ശരീരം ജീവിക്കുന്നവൻ സ്വന്തം മിത്രമാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങുന്ന ശരീരത്തെ കീഴടക്കാത്തവൻ അവന്റെ ശത്രുവാണ്. വികാരങ്ങളുടെ പ്രേരണയിൽ വഴുതിപ്പോകാത്ത, സ്വയം നിയന്ത്രിക്കുന്ന ഒരാൾ സ്വന്തം നന്മ ചെയ്യുന്നു. എന്നാൽ ജോലിയിലോ കോപത്തിലോ എതിർവശം നേരെയാക്കുന്നവൻ തനിക്കുതന്നെ വലിയ നഷ്ടം വരുത്തിവെക്കുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് സുഹൃത്തുക്കളെ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനപമാനയോ. അധ്യായ 6 ശ്ലോകം 7. ശീതകാലത്തോ വേനൽക്കാലത്തോ സന്തോഷമോ സങ്കടമോ അതേപടി